ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വടകരയിൽ പാനൂരിൽ 17 വയസ്സുള്ള ഒരു ആഷിർ എന്ന് പറഞ്ഞ കുട്ടി മയക്കുമരുന്ന് ലോബിക്ക് അടിമപ്പെട്ട് അവരിൽ നിന്ന് ആ കുടുംബം ആ കുട്ടിയെ മോചിപ്പിച്ച് കൗൺസിലിംഗ് നൽകി. രണ്ടാമത് അവൻ കോളേജിലേക്ക് പോകാൻ തുടങ്ങി. ഈ തുടങ്ങിയ സമയത്ത് മുമ്പ് ഇവനെ ഇതിൽ പ്രേരിപ്പിച്ച കള്ളക്കടത്ത് സംഘവുമായി ചില കാര്യങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു. പിന്നെ ആ കുട്ടിയെ കൊന്ന് വിഷം കൊടുത്ത് പകുതി മയ്യത്താക്കി കൊണ്ടിട്ട് ആശുപത്രിയിൽ മരിക്കുന്ന ഒരു സംഭവമാണ് വടകര പാനൂരില്ല. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയായി അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരുന്നതാണ്. ഈ സമൂഹം നിങ്ങളത് കേൾക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഇത് കോഴിക്കോടായതുകൊണ്ട്. പാനൂർ പെരിങ്ങത്തൂർ അണിയാരത്തെ പയ്യമ്പലം വീട്ടിൽ അബ്ദുള്ള അഫ്സത്ത് ദമ്പതികളുടെ മകൻ മുഹമ്മദ് ആഷിർ 17 മരണപ്പെട്ടിട്ടുണ്ട്. 2 വർഷമാകുന്നു. 2017 ഡിസംബർ 22 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തങ്ങൾ പീടികയിലെ ചായ കുടിക്കുന്ന കുട്ടികളോടൊപ്പം 2 പേരോടൊപ്പം ഇരിക്കവെ ആഷിർ കുഴഞ്ഞു വീണ് നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ സ്കൂൾ അധ്യാപകന്റെ നേതൃത്വത്തിൽ തലശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയാണുണ്ടായത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് വീട്ടുകാർ പാനൂർ സിഐക്ക് അന്ന് പരാതി നൽകിയെങ്കിലും ഒരാളെ പോലും ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല എന്ന് രക്ഷിതാക്കൾ പറയുന്നു. മയക്കുമരുന്ന് ലോബിയുടെ ശക്തമായ ഇടപെടൽ മൂലമാണ് അന്വേഷണം മുടങ്ങിയതെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു. ഇതിനോട് അറിയേണ്ടത് ആഷിറിന്റെ പിതാവ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇതേപോലെ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുത്താണ്. ഒരു 5 മിനിറ്റ് നിങ്ങൾ ക്ഷമിക്കണം. മരിക്കുന്നതിന് ഏതാനും മാസം മുമ്പ് ആഷിറിനെ തലശ്ശേരിയിലെ ഒരു മനോരോഗ കൗൺസിലറെ കാണിച്ചിരുന്നു. ചിലർ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ആഷിർ കൗൺസിലർമാരെ വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അണിയാരത്തെ കോഴിക്കടയിൽ ജോലി ചെയ്തിരുന്ന വയനാട് സ്വദേശിയായ ഒരാളെ പിടികൂടുകയും 50 ദിവസത്തിലധികം റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ആഷിർ വെളിപ്പെടുത്തിയ ചിലർ രാഷ്ട്രീയ സ്വാധീനത്താൽ രക്ഷപ്പെടുകയായിരുന്നു. കൗൺസിലിംഗിന് ശേഷം ആഷിറിനെ സ്കൂളിലേക്ക് തന്റെ ഓട്ടോയിൽ കൊണ്ടുവിടലാണ് പിതാവ്. അതിനുശേഷം തന്റെ ഓട്ടോറിക്ഷ രാത്രികാലങ്ങളിൽ നിരവധി തവണ അജ്ഞാത സംഘം കേടുവരുത്തിയിരുന്നു. ഇത് ഇപ്പോഴും തുടരുന്നുണ്ട്. മരിക്കുന്ന ദിവസം ഉച്ചയ്ക്ക് 12:30 സ്കൂൾ ഉച്ചയൂണിന് വിട്ട ശേഷം 2 സുഹൃത്തുക്കളോടൊപ്പം ആഷിർ തങ്ങൾ പീടികയിൽ നിന്ന് പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ് കയറി. സ്റ്റാൻഡിലെത്തിയ ആഷിർ അജ്ഞാതനായ ഒരാളോടൊപ്പം പാനൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ പോയി സ്റ്റാൻഡിൽ തിരിച്ചെത്തി. 1 മണിയോടെ ഖബർസ്ഥാനിൽ കുട്ടിയെ ഇയാൾ കൊണ്ടുപോകുന്നത്, ഖബർസ്ഥാൻ കാടാണ്, ഈ പാനൂരിൽ വലിയ ഫോറസ്റ്റ് വാരി കിടക്കുന്ന ഖബർസ്ഥാനാണ്. എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് കണ്ടവരുണ്ട്. ഖബർസ്ഥാനിൽ പോയി സ്റ്റാൻഡിൽ തിരിച്ചെത്തി. 1 മണിയോടെ സുഹൃത്തുക്കളോടൊപ്പം ചുവന്ന കാറിൽ ഈ അജ്ഞാതൻ അവശ നിലയിലായ ആഷിറിനെ തങ്ങൾ പീടികയിൽ ഇറക്കി വിടുകയായിരുന്നു. സുഹൃത്തുക്കളായ 2 പേരോടൊപ്പം സമീപത്തെ ചായക്കടയിൽ ഇരുന്നപ്പോൾ ആഷിർ കുഴഞ്ഞു വീഴാണ്. അവിടെ തിരിച്ചു വന്ന ഈ കുട്ടികളുടെ കൂടെ അവിടെ ജ്യൂസ് എന്താ സോഡ കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നിടത്താണ് ഈ കുട്ടി കുഴഞ്ഞു വീഴുന്നത്. ഈ പള്ളി ഖബർസ്ഥാനിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഈ അജ്ഞാതമായ വ്യക്തി ഒരു ചുവന്ന കാറിൽ കൊണ്ടുവിടുന്നത് ഈ കുട്ടികളെ കണ്ടിട്ടുണ്ട്, ഇവരുടെ സഹപാഠികൾ. സജീവ MSF പ്രവർത്തകനായ ആഷിറിന്റെ മരണത്തിന് ശേഷം പ്രദേശത്തെ 2 യുവാക്കൾ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം ഹൃദയസ്തംഭനമാണെന്ന് പറയുന്നുണ്ടെങ്കിലും മൃതദേഹം പ്രാഥമിക പരിശോധന നടത്തിയ ഡോക്ടർ കിഡ്നി, കരൾ, ആമാശയം, പാൻക്രിയാസിസ് എന്നിവയിൽ രക്തം കട്ട പിടിച്ചതായും ഇതിൽ അസ്വാഭാവികമുള്ളതായും കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് വിഷം കൊടുത്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ക്ലിയറായി പറയുന്നത്. ഒറ്റയടിക്ക് സെക്കൻഡിൽ മരിക്കുന്ന വിഷമല്ല, മണിക്കൂറുകൾ കൊണ്ട് മരിക്കുന്ന വിഷമായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക. പാനൂർ ബസ് സ്റ്റാൻഡ് സമീപത്തെ ഖബറിസ്ഥാനിലേക്ക് ആഷിറിനെ കൂട്ടിക്കൊണ്ടുപോയ ആൾ അന്നേ ദിവസം കൂടെ ഉണ്ടായിരുന്ന 2 സഹപാഠികൾക്കും ആഷിറിനും ഉച്ചഭക്ഷണം വാങ്ങി നൽകിയപ്പോൾ 2 സഹപാഠികൾക്കും
ആഷിറിന് ഭക്ഷണം വാങ്ങി നൽകിയപ്പോൾ ഉച്ചയ്ക്ക് തിരികെ കാറിൽ തങ്ങൾ പീടികയിൽ ആഷിറിനെയും സഹപാഠികളെയും ഇറക്കിയ ആൾ എന്നിവർ ആഷിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിധിയിൽ വരുത്താൻ പോലീസ് തയ്യാറായിട്ട്. ഇതൊന്നും പോലീസ് അന്വേഷിച്ചിട്ട് പോലുമില്ല. നാട്ടിൽ കല്യാണത്തിനോ മറ്റോ ക്ഷണിക്കപ്പെടുന്ന ചടങ്ങുകൾക്ക് പോയാൽ ചിലർ അകലം പാലിക്കുന്നതായും, അതായത് പിന്നെ വാപ്പ പറയണം, അയാൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ. ഇങ്ങനെ ഈ പറയുന്ന കേസിൽ പ്രതിയായിട്ടുള്ള ഒരു മകന്റെ പിതാവെന്ന നിലക്ക് നാട്ടിൽ ബഹിഷ്കരണമുണ്ടായി. ഇപ്പൊ ഞാൻ ആ കേസും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ പരിതാപകരം. ഈ മാമി കേസിന്റെ മറ്റൊരു രൂപം, എടവണ്ണ റിദാൻ വധക്കേസിന്റെ മറ്റൊരു രൂപം, ഇതൊക്കെ ഞാൻ പറയുന്ന ഈ ചക്രത്തിന്റെ ഉള്ളിലാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടൊരു പുനരന്വേഷണത്തിനുള്ള നിയമപരമായ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയും എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ വിചാരം നമ്മളൊരു കുറ്റം ചെയ്യുന്നില്ലല്ലോ, ഞാൻ വളരെ സുഖമായി ജീവിക്കില്ലേ, നമ്മൾ നിയമം നടപ്പിലാക്കി നിയമത്തിന് വിധേയമായി ജീവിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഈ MDMA കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 100-ലേറെ ചെറുപ്പക്കാരാണ് കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നത്. ഒരു ബന്ധമില്ല. ഒന്ന് മണത്ത് നോക്കുന്ന ബന്ധമെങ്കിലും വേണ്ടേ? പോലീസിലെ ഒരു സംഘമാണ് ഈ കച്ചവടം നടത്തുന്നത്. ഇവരാണ് സാധനം കൊണ്ടുവരുന്നത്, ഇവരാണ് ഏജന്റുമാരെ ഏൽപ്പിക്കുന്നത്. ഇതിന്റെ പണം മുടക്കുന്നതും ലാഭമെടുക്കുന്നതും അവർ. എന്നിട്ട് കേസ് വേണം സുജിത് ദാസിന്. അതിനെന്താ പണി? നിരപരാധികളായ ആളുകളെ, ചെറുപ്പക്കാരെ കൊടുക്കുക. 1 ഗ്രാം 2 ഗ്രാം നിയമത്തിന് വിധേയമായി 1 കൊല്ലമോ 1.5 കൊല്ലമോ ശിക്ഷ കിട്ടുന്നതിൽ കൊടുക്കുക. അങ്ങനെ സർക്കാരിന് മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സുജിത് ദാസ് IPS ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചവൻ, ഏറ്റവും കൂടുതൽ MDMA കേസ് പിടിച്ചവൻ, രാഷ്ട്രപതിയുടെ അവാർഡല്ല, യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡ് കൊടുക്കേണ്ടവൻ അവന് എന്നാണ് എന്റെ അഭിപ്രായം. അത്ര ബുദ്ധിയാ. അപ്പൊ അവിടെയാണ് വിഷയം. ഇതെല്ലാം നടക്കുന്നത് ഈ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ.